അപ്പൊ ദുൽഖർ സൽമാന്റെ കാന്ത കണ്ടിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കാന്ത സൂപ്പർ സ്റ്റാർ ദുൽഖർ സൽമാന്റെ കാന്ത. ഇതൊരു റെട്രോ മൂവി അല്ലെ, 1950s കഥ നടക്കുന്നത്. നമ്മൾ തമിഴ് പതിപ്പാണ്. അതെ അതെ, ഡബ്ബാന്ന് വിചാരിച്ചാ പോയത്, പക്ഷെ തമിഴായിരുന്നു. പക്ഷെ അതുകൊണ്ട് ലിപ്സിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയി. പിന്നെ മലയാളത്തിലുള്ള പാട്ടുകൾ, ഡബ് ചെയ്ത പാട്ട് അത് കേൾക്കേണ്ടി വന്നില്ല. പടം പെർഫോമൻസ് വൈസ് നല്ല ഹൈ ലെവൽ പടമാണ്. ദുൽഖറിന്റെ ഒരു ബെഞ്ച് മാർക്കായി ഇപ്പൊ പറഞ്ഞ മഹാനടി അല്ലെ, പിന്നെ ഇപ്പൊ ഈ ഉസ്താദ് ഹോട്ടലൊക്കെ പെർഫോമൻസ് വൈസ് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു പടം സാധനമാണിത്. പിന്നെ പടം ഒരു സ്ലോ പേസ് ആണ്. ഈ പഴയ കാലം ആയതുകൊണ്ട് തന്നെ 1950s കാണിക്കുന്നത്. പിന്നെ കുറച്ച് ഇപ്പൊ 2.25 മണിക്കൂർ എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ കാലത്തെ സിനിമയിൽ ഇച്ചിരി ലെങ്തി ആയിട്ട് തോന്നുന്നു. കാരണം ഇപ്പൊ 2 മണിക്കൂർ അല്ലെങ്കിൽ 2.25 മണിക്കൂറൊക്കെ ആകുമ്പോൾ കറക്റ്റ് നമുക്ക് ലാഗ് അടിക്കുന്നതിന് മുന്നേ പടം തീരണം, ആ ഒരു സെറ്റപ്പ്. പക്ഷെ ഇതങ്ങനെ ലാഗ് അടിപ്പിച്ചില്ല, ലാഗ് അല്ല, പക്ഷെ ഒരു മീഡിയം പേസ് ആണ്. ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം കുറച്ച് ആംബ്ലേറ്റ് വലിപ്പിക്കുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിൽ എന്ന് പറഞ്ഞാൽ അന്നത്തെ സിനിമ മേക്കിംഗ് അത് സിനിമയ്ക്കുള്ളിലെ സിനിമ, അയ്യപ്പനും കോശിയൊക്കെ പോലെ ഈഗോ ക്ലാഷ് ആണല്ലോ ഡയറക്ടറും ആക്ടറും തമ്മിൽ. ഡയറക്ടർ പറഞ്ഞു ഞാനാ നിന്നെ ഇത്രയും വളർത്തിയത്, അപ്പൊ പുള്ളി പറയുന്നു എന്നെ വളർത്തിയിട്ടില്ല, ഒരു അവസരം തന്നിട്ടേ ഉള്ളൂ, ഞാൻ തന്നെ വളർന്നതാണ്. അങ്ങനത്തെ ഒരു ഈഗോ ക്ലാഷ്. എല്ലാം പ്രൊഡക്ഷൻ നമുക്ക് പ്രൊഡക്ട് ചെയ്യാൻ പറ്റും കുറച്ച് നേരത്തെ കാര്യങ്ങളൊക്കെ. അതിനകത്ത് വേറൊരു കാര്യം, പടം ഫസ്റ്റ് ഹാഫില് പ്യൂർലി ഒരു പീരിയഡ് ഡ്രാമയാണ്. സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ അതൊരു മിസ്റ്ററി ത്രില്ലർ ജോണറിലോട്ട് വരും, ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറായിട്ട് മാറും. ഈ സെക്കൻഡ് ഹാഫിൽ കുറച്ചൊന്ന് പെർഫോമൻസ് വൈസ് ദുൽഖർ സൽമാൻ അടിപൊളിയാണ്. നായിക ഭാഗ്യശ്രീ അടിപൊളിയാണ്. അവരുടെ ആ സിംഗിങ് സീൻ അതാണ് കൂടുതലും പടത്തിലുള്ളത്. ഇവരുടെ പഴയ സീനൊക്കെ കാണിക്കുന്നത് അടിപൊളിയായിട്ടാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ. പുള്ളിക്കാരുടെ എല്ലാം അഭിനയം, ചില സീനുകളൊക്കെ അടിപൊളിയായിരുന്നു. ദുൽഖർ സൽമാന്റെ എടുത്തു പറയാവുന്ന നമ്മുടെ ആ ലാസ്റ്റ് ഒരു സിംഗിൾ ഷോട്ടിലൊരു ക്ലൈമാക്സ് സീൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്, അത് അടിപൊളിയായിട്ട്. ഇവര് തമ്മിലുള്ള ബന്ധം നമുക്ക് വേണമെങ്കിൽ രണ്ട് രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം. അവിഹിതമായിട്ടും വേണമെങ്കിൽ കൂട്ടാം, അല്ലെങ്കിൽ ഇവരുടെ ഇമോഷൻ വൈസ് നോക്കിയാലും ദുൽഖറിന് കുറെ ലേയേഴ്സ് ഉണ്ട്. ഈ ഒരു പ്രണയം ഉള്ളെടുക്കുമ്പോഴേ അതിപ്പോ ഇമോഷൻസ് വൈസ് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ഒരു അവിഹിതം പോലെ പറഞ്ഞുണ്ടാക്കാം. അതായത് ഒരു നമ്മളിപ്പോ സിനിമയിൽ ഇപ്പൊ കുറെ കേൾക്കുന്നുണ്ടല്ലോ, നടിമാർ നായിക അങ്ങനത്തെ കുറെ അവിഹിതം, അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇവിടെ ഇമോഷൻസ് തമ്മിൽ നമുക്ക് വായിക്കാം. അങ്ങനെ ഒരു നല്ല രസമുള്ളൊരു റിലേഷൻഷിപ്പ്, അത് രസമുള്ള ലേയേഴ്സ് ഉള്ള ഒരു സിനിമ. അതെ അതെ, എല്ലാ റിലേഷൻഷിപ്പിലും പുതിയതായിട്ട് വേറൊരാൾ റിലേഷൻഷിപ്പിലോട്ട് വന്നു കഴിയുമ്പോൾ അവർക്കത് അടിപൊളിയായിരിക്കും ഒരു റിലേഷൻഷിപ്പ്. മറ്റുള്ളവർക്ക് വെളി കാണുന്നവർക്കായിരിക്കും പ്രശ്നം. അതെ, അങ്ങനെയാണ് ആ പടത്തിന്റെ. പക്ഷെ ഈ പടത്തിന്റെ കഥയായിട്ട് അതിന് നമുക്ക് അങ്ങനെ വലിയ കഥയിൽ ചോദ്യമില്ല, നമുക്കതിൽ വലിയ അഭിപ്രായങ്ങളില്ല. പിന്നെ നമ്മുടെ സമുദ്രക്കനി ഒരു അതെ നമ്മൾ സ്ഥിരം കണ്ട് അത് ഞാനും പറയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ പിന്നെ എനിക്ക് തോന്നിയത് ഒരു റാണ ദഗ്ഗുപട്ടിയുടെ പെർഫോമൻസ് കുറച്ച് റെസ്പെക്ട് ചെയ്തല്ലേ. പിന്നെ പോലീസുകാരനായിരിക്കാം, അതെ, ചിലപ്പോ അങ്ങനെ ആയിരിക്കും. എക്സെൻട്രിക് പോലീസ് എന്നുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും പുള്ളിക്ക് കൊടുത്തേക്കുന്നത്. പക്ഷെ അത് കുറച്ച് ചില സമയത്തൊക്കെ നമുക്ക് ഓവറായ പോലെ മലയാളികൾക്ക് ഫീൽ ചെയ്തേക്കാം. അത് റെട്രോ പടത്തിലെ റെട്രോ മൂവി മേക്കിങ്ങിനെ കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പൊ നമുക്ക് അന്നത്തെ കാലത്തെ അഭിനയം ചിലപ്പോ ആ ഒരു മീറ്റർ ആയിരിക്കാം, ഇപ്പോഴല്ലേ റിയലിസ്റ്റിക്. ഒരു ആക്ടറായിട്ടല്ല, റിയൽ ലൈഫാണ് നമ്മൾ ഈ സിനിമക്കകത്തെ. അത് റെട്രോ ഓൾറെഡി സിനിമ നടക്കുന്നത് 50s ഈ പടം നടക്കുന്നതും. അപ്പൊ അന്നത്തെ കാലത്ത് ഒരു മീറ്റർ ചിലപ്പം അതായിരിക്കാം. നമ്മളിപ്പോ മലയാളം പടത്തിലും കാണത്തില്ലേ പഴയ ആൾക്കാർ സത്യനെ ഇപ്പൊ കുറെ മിമിക്രി കളിയാക്കി പറയത്തില്ലേ, ഒരു മീറ്റർ മേളിലാന്നൊക്കെ മിമിക്രി കാണിക്കത്തില്ല. പിന്നെ എടുത്തു പറയേണ്ടത് ഈ സ്റ്റോറി ബേസ് ചെയ്തിരിക്കുന്നത് ത്യാഗരാജ്, ഒരു പഴയ ഒരു തമിഴ് ആക്ടറുടെ കഥയാണെന്ന് പറയുന്നു. പക്ഷെ അവരത് ഒഫീഷ്യലി പറഞ്ഞിട്ടില്ല, ഇതൊരു ഫിക്ഷൻ എന്നുള്ള രീതിയിലാണ്. പക്ഷെ ആ കഥയിലും കുറെ വ്യത്യാസങ്ങളുണ്ട്. പുള്ളിയുടെ ജീവിതത്തിൽ നിന്ന് കുറച്ച് എലമെന്റ്സ് എടുത്തിട്ടുണ്ട്, പക്ഷെ ബാക്കിയൊക്കെ ഫിക്ഷൻ ആണ്. പുള്ളിയുടെ ജീവിതത്തിലും ഇതേപോലെ തന്നെ ഒരു ആക്ടർ മരിക്കുകയും പുള്ളിക്കാരി ജയിലിൽ പോവുകയും അതിനുശേഷം ഇവരത് ഒഫീഷ്യലി പറഞ്ഞിട്ടില്ല, അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ ഓവർ ആക്ടിങ്ങിന്റെ കാര്യം പറയുമ്പോൾ ഇങ്ങനെ ഓവർ ആക്ടിങ് ആയിട്ട് തോന്നാവുന്ന കുറെ സീനുകൾ നമ്മുടെ ദുൽഖർ സൽമാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പുള്ളി ഭയങ്കര കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. അഭിനയത്തിന്റെ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ ടോപ്പ് നോച്ച് പടമാണ്. പുള്ളിയുടെ ഒരു ബെസ്റ്റ് ആയിട്ട് തന്നെ പറയാം അല്ലേ, ഇതുവരെ കണ്ടിട്ടുള്ളതിൽ ഒരു ബെസ്റ്റ്. അതിനുള്ള സ്കോപ്പുള്ള ഒരു കഥയും അതിന് സ്കോപ്പുള്ള ഒരു സിനിമയാണ്
ഈ സാധനം അഭിനയത്തിന്റെ പേരിലായിരിക്കും ഈ സാധനം കൂടുതൽ ഇങ്ങനെ വിലയിരുത്തപ്പെടാൻ പോകുന്നത്. ക്രിട്ടിക്സിന് ഭയങ്കര ഈ പറയുന്ന ഒരു ഇൻഡസ്ട്രിയൽ ഹിറ്റ്, ദുൽഖർ ആയതുകൊണ്ട് ഇൻഡസ്ട്രിയൽ ഹിറ്റ് അടിക്കാം, എന്നാലും ഈ പറഞ്ഞ പോലെ ഇടിച്ചുകുത്തി ആൾക്കാർ കാണാൻ കയറുന്ന ആ ഒരു വൈബ് ആവില്ല. ആയിട്ടുള്ള ഒരു പരിപാടി അല്ല അഭിനയത്തിന്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ദഹിക്കണമെന്നില്ല. ഇല്ല. അവിടെയാണ് ഒരു സിനിമ സ്നേഹിക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ സിനിമയെ പറ്റി പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ കണ്ട് ഇരിക്കാവുന്ന അടിപൊളി മേക്കിംഗ് ഉള്ള സിനിമയുടെ ബാക്കി എല്ലാ മേഖലയിലും അടിപൊളിയാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ജെയ്ക്സ് ബിജോയ് ആണ്, അടിപൊളിയാണ്. അതുപോലെ ക്യാമറ കൊറിയോ ഇതൊക്കെയാണെങ്കിലും എല്ലാം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. അത്യാവശ്യം കിഡിലനായിട്ടാണ്. പഴയ സൗണ്ട് ഒക്കെ ആണെങ്കിൽ പോലും സ്റ്റാർട്ടിങ് മുതൽ. പിന്നെ സൈലൻസ് ഉള്ളത് ഭയങ്കര നല്ല രസമാണ്. സൈലൻസ് ഉള്ളത് നമ്മളെ കാണിക്കുന്നത് ഭയങ്കര രസമാണ്. ഇൻട്രസ്റ്റിംഗ് ആയ സൈലൻസ്, നമുക്ക് ബോർ അടിക്കുകയില്ല. അപ്പൊ അതാണ് പടം. കഴിയുന്നവർ തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യുക, അല്ലേ? തിയേറ്ററിൽ കാണാൻ പറ്റിയ ഒരു പടമാണ്. ലുക്ക് വൈസ് ആ വെള്ളമുണ്ട്, വെള്ളഷർട്ട് ക്ലീൻ ചെയ്യുക, മറ്റേ ഇരുവരിലെ മോഹൻലാലില്ലേ, അതല്ല പൊതുവേ തമിഴ്നാടുള്ള എല്ലാ സിനിമ ആക്ടേഴ്സിന്റെയും, അതിപ്പോ നമ്മുടെ പഴയ നമ്മള് സിനിമ കണ്ടാൽ പെട്ടെന്ന് നമുക്ക് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ക്ലീൻ ഷേവ്, വെള്ളമുണ്ട്, വെള്ളഷർട്ട്, ലുക്ക് അടിപൊളിയാണ്. പുള്ളിയെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാൽ പോലും നമ്മൾ പറഞ്ഞു കിട്ടില്ല ലുക്കാണ്. നായികയാണെങ്കിലും ദുൽഖർ സൽമാൻ അടിപൊളിയാണ്. പിന്നെ പുള്ളി ഒരു ഫിലിം സ്റ്റാർ ആയിട്ടും കൂടെ ആണല്ലോ, അപ്പൊ പിന്നെ കുറച്ചും കൂടെ ഒന്ന് സെറ്റപ്പ് ആക്കി കാണിക്കുന്നത്. അപ്പം ഇമോഷനിലൊക്കെ അടിപൊളി. ആ ഒരു സിനിമ അന്നത്തെ ആ ഒരു കാലഘട്ടത്തിലുള്ള ഒരു ആക്ടറിനുള്ള ആ ഒരു പ്രൗഢിയൊക്കെ ഉണ്ടല്ലോ, കമ്പയർ ടു ഇപ്പോഴത്തെ. പുള്ളിക്ക് ഓൾറെഡി പുള്ളിക്ക് ആ ഒരു ഓറ അല്ലെങ്കിൽ ഒരു സ്ക്രീൻ പ്രസൻസ് ഒക്കെ പുള്ളിക്ക് അല്ലെങ്കിൽ തന്നെ ഉണ്ട്. നമുക്ക് നേരത്തെ അറിയാം. അതെല്ലാം മാക്സിമം യൂസ് ചെയ്തിട്ടുള്ളൊരു പരിപാടി. നല്ല കാസ്റ്റിംഗ് ആണ്. എല്ലാ ക്യാരക്ടേഴ്സും നല്ലപോലെ കറക്റ്റ് ആപ്റ്റ് ആണ് അവര്. അപ്പൊ അതാണ് പടത്തെ പറ്റി നമുക്കുള്ള അഭിപ്രായം. പിന്നെ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക, അല്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പൊ അടുത്തൊരു പടമായിട്ട്, അടുത്തൊരു റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ. ബൈ.